Good afternoon, everyone. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Yes. Good afternoon, ma'am. Okay. Yeah. So let's start today's class. Okay. Start with prayer. Who's going to say prayer? ഞാനാണ് ma'am. Okay, Fatima. Lord, you are more precious than silver. Lord, you are more costly than gold. Lord, you are more beautiful than diamond, and nothing I desire compares with you. Thank you, ma'am. Okay, Fatima. Then what of today? Yana Misse. Okay. The true purpose of education is to turn a closed mind into an open one. വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അടഞ്ഞ മനസ്സിനെ തുറന്ന ഒന്നാക്കി മാറ്റുക എന്നതാണ്. Yeah. Then sign in. ഞാനാണ് ma'am. Okay. Good afternoon, all. There is nothing that comes for free in this world. Everything requires hard work. ഈ ലോകത്ത് സൗജന്യമായി ഒന്നുമില്ല. എല്ലാവർക്കും കഠിനാധ്വാനം ആവശ്യമാണ്. സൈൻ ഇൻ ജാസ്മിൻ. Yes. Okay, Jasmine. Yeah. So, എന്തെങ്കിലും വിശേഷം സുഖാണോ? യെസ് മാം, സുഖാണ്. എന്താ മാമിന്റെ എന്തോ എന്താണ് മാമിന്റെ വിശേഷം? സുഖല്ലേന്ന്. സുഖം. സുഖല്ലേ പിന്നെ. ഓക്കെ, ഇപ്പൊ കോഴ്സ് ഒക്കെ തീരാൻ പോവാണല്ലോ. സന്തോഷാണോ സങ്കടാണോ? ലൈവ് ക്ലാസ് വല്ലാണ്ട് മിസ് ചെയ്യും ക്ലാസ് കഴിഞ്ഞ. കേട്ടില്ല. ലൈവ് ക്ലാസ് ഒക്കെ മിസ് ചെയ്യും ക്ലാസ് കഴിഞ്ഞാല്. ഓഹോ, സന്തോഷമുണ്ട് സങ്കടം ഉണ്ടല്ലേ, ഒരു മിക്സ്ഡ് ഫീലിംഗ് ആണ് ഇപ്പൊ. അതെ അതെ. ഓക്കെ, ഇന്റേൺഷിപ്പ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എവിടെയെങ്കിലും ജോലി സെറ്റ് ആയിട്ടുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? ജോലി കിട്ടിയവരുണ്ട് മിസ്സേ. എന്തോ കിട്ടിയോ? കിട്ടിയവരുണ്ട്, അതില് കുറച്ച് പേർക്ക് കിട്ടിയിരുന്നു. ആഹാ, ഓക്കെ, വളരെ നല്ല കാര്യം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോഴ്സ് കഴിഞ്ഞാലും എന്തെങ്കിലും ഗുഡ് ന്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം. ഓക്കെ, ഷുവർ മാം. ഞങ്ങൾ കേൾക്കുന്നുണ്ട്, ഞങ്ങൾ അറിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അറിയിക്കാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? പൊതുവെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ ആദ്യം നമ്മൾ സംസാരിക്കുമായിരുന്നു, പിന്നെ സംസാരം കുറഞ്ഞു. ഫുൾ ടൈം പഠിപ്പിക്കൽ മാത്രമായി അല്ലേ? നമുക്ക് ചാപ്റ്റർ ഇനി എടുത്ത് തീരാനുള്ളതുകൊണ്ടല്ലേ നമ്മൾ സ്പീഡിൽ പോണത്. അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. നമുക്ക് നല്ലൊരു റിവിഷൻ വെക്കണ്ട മിസ്സേ. ചാപ്റ്റർ വേഗം എടുത്തിട്ട് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് തരണം. പേടിക്കണ്ട, എന്താ പേടിക്കുന്നേ? ഇപ്പോ സപ്പോസ് ചാപ്റ്റർ തീർന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഞങ്ങൾക്ക് മോണ്ടിസോറി ക്ലാസ്സില് ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി. സോ ചാപ്റ്റേഴ്സ് ഒന്നും അത്യം ഫുള്ള് കംപ്ലീറ്റ് ആയില്ല, കാരണം അത് ഫോളോ ചെയ്ത് വരുമ്പോഴേക്കും ടൈം എടുക്കുന്നുണ്ട് എല്ലാവരും. അപ്പൊ കംപ്ലീറ്റ് ആയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കംപ്ലീറ്റ് ആയത് എവിടെ വരെയാണോ അവിടെ വെച്ചാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് എക്സാമിന്. ഓക്കെ, അപ്പൊ ആ ഒരു പേടി ഒന്നും ആർക്കും വേണ്ട. ചാപ്റ്റർ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരുമോ, അങ്ങനെ വരില്ല കേട്ടോ. അങ്ങനെ ഒന്നും ഇടില്ല, ഞങ്ങൾ സമ്മതിക്കും. ഓക്കെ, പഠിപ്പിക്കാത്ത കാര്യമാണ്. മാം ഇംഗ്ലീഷ് ഫൈനൽ എക്സാമിലല്ലേ ഉള്ളത്, മോഡലിൽ ഇല്ലല്ലോ? ഇംഗ്ലീഷ് ഒറ്റ എക്സാം ആണ് എന്നാ പറഞ്ഞത്. ഫൈനലില് ഒരുമിച്ച് ഇംഗ്ലീഷും കൂടി ഒരുമിച്ചാണ് ഒറ്റ എക്സാം. ഇംഗ്ലീഷിന് മാത്രം ഒരു എക്സാം, സബ്ജക്ട് വൈസ് ഇംഗ്ലീഷ് എക്സാം ഉണ്ട്. ഉണ്ടാവില്ലേ ഇംഗ്ലീഷ്? മോഡൽ എക്സാം ഇംഗ്ലീഷ് ഉണ്ടാവില്ലേ? മോഡൽ എക്സാമോ? ഇല്ല, ചോദിച്ചിട്ട് പറയാം.
ഞാൻ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു. എന്ന് വെച്ചാൽ ഒറ്റ എക്സാം ആണ്. ആദ്യം അങ്ങനെ എഴുതിയില്ല പറഞ്ഞത്. എല്ലാ എക്സാമിനും കൂടെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിന് ഉണ്ടാവും എന്നാ പറഞ്ഞത്. ഇപ്പൊ അങ്ങനെയല്ല, ഒറ്റ എക്സാം ആണ്. ഇംഗ്ലീഷ് സബ്ജക്ട് വൈസ് ആയിട്ടുള്ള എക്സാം ആണ്. അത് 100 മാർക്കിനാണ് എക്സാം. 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൺഫേം ആണ്. പക്ഷെ മാം മോഡൽ എക്സാം ഇല്ലെങ്കിലും കുഴപ്പമില്ല മാം, ഞങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് തരണം കേട്ടോ. എന്താ ഉറപ്പായിട്ടും തരുന്നേ. അത് ഞാൻ പറഞ്ഞു, ചാപ്റ്റർ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ തരും. പിന്നെ ഒരു കാര്യം, മോക്ക് ടെസ്റ്റ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത് നന്നായിട്ട് പഠിക്കും. ആ രീതിയിൽ മാത്രമേ ക്വസ്റ്റ്യൻസ് വരൂ. ഓക്കെ, എപ്പോഴും നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. അതിനും കൂടെ കണക്കാക്കിയിട്ടാണ് ഞാൻ മോക്ക് ടെസ്റ്റിന് ക്വസ്റ്റ്യൻസ് തരുന്നത്. കാരണം പിന്നീട് എപ്പോഴും ടൈം ഇല്ലെങ്കിലോ അതൊരു പേടി എനിക്കുണ്ട്. അതുകൊണ്ട് എല്ലാം മോക്ക് ടെസ്റ്റിലുണ്ട്. അതുകൊണ്ട് പേടിക്കണം. ഓക്കെ, നന്നായിട്ട് പഠിച്ചാൽ മാത്രം. ഇംഗ്ലീഷിനെ കുറിച്ച് പേടിക്കുകയും വേണ്ട. എന്തിനാ പേടിക്കുന്നേ? സിമ്പിൾ അല്ലേ ഇംഗ്ലീഷ്? നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒന്നും കിട്ടാത്തത്. ഇതുവരെ പഠിച്ചതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ച് ക്ലിയർ ചെയ്യാം കേട്ടോ. ഡൗട്ട് വെച്ചിട്ട് ഇരിക്കണ്ടാരും. എന്താ നിങ്ങൾ ഡൗട്ട് ഉണ്ടോ? ഇല്ല മിസ്സേ, മോക്ക് ടെസ്റ്റ് വരുമ്പോ സിമ്പിൾ ആണ്, കുഴപ്പമില്ല. മോക്ക് ടെസ്റ്റ് ഇതുവരെ വന്നതൊന്നും കുഴപ്പമില്ല. ഇംഗ്ലീഷ് എക്സാമിന് വരികയില് മൊത്തമായിട്ട് മിക്സ് ആയിട്ടല്ലേ? ഇതിപ്പോ ചാപ്റ്റർ വൈസ് അല്ലേ മിസ് എടുക്കണത്, ഞങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് തരുന്നത്. മറ്റേത് മിക്സ് ആയിട്ടല്ലേ വരിക. ഒന്നിച്ച് കൊറേ ക്വസ്റ്റ്യൻസ് കാണുമ്പോ ഒരു ഡൗട്ട് വരും, ഇതിപ്പോ എന്താണ്, ഇത് ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് തരുമ്പോ നമുക്ക് മനസ്സിലാവും. അതല്ലേ മോസിന് ഉദ്ദേശിച്ച? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് എല്ലാ ചാപ്റ്ററും എല്ലാ സബ്ജക്റ്റും അങ്ങനെ തന്നെ. പക്ഷെ നമുക്ക് മിക്സ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോ ഏത് ചാപ്റ്റർ ആണെന്ന് ചിലപ്പോ നമുക്ക് പെട്ടെന്ന് കിട്ടൂല. അതിന് കൃത്യം പറഞ്ഞാലോ, എളുപ്പമല്ലേ? നമുക്ക് അതെല്ലാം റിവൈൻഡ് ചെയ്യാം. ഇപ്പോ ഞാനത് നിങ്ങളോട് പറഞ്ഞേ. ഇപ്പോ ഡയറക്റ്റ് സ്പീച്ച്, പിന്നെ ആർട്ടിക്കിൾ, ദെൻ ക്വസ്റ്റ്യൻ ടാഗ്, ഇതൊക്കെ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അത് ഞാൻ പഠിപ്പിക്കും. അതിനുശേഷം നമുക്ക് ഒന്ന് പയ്യെ റീവൈൻഡ് ചെയ്യും, ഒരു റിവിഷൻ നടത്താം. ബാക്കി എല്ലാം സ്പെല്ലിംഗ്, റൈറ്റിംഗ് ഒക്കെയാണ്. റൈറ്റിംഗ് ഒന്നും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് വളരെ കുറവാണ്. സ്പെല്ലിംഗ് കറക്ഷൻ അത് നിങ്ങൾക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. എന്താ പറഞ്ഞ, അപ്പൊ അത്രയും പോർഷൻസ് കഴിഞ്ഞാൽ നമുക്കൊന്ന് റിമൈൻഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് റിവിഷൻ പോലെ നടത്താം. ഓക്കെ, ഇനിയിപ്പോ സപ്പോസ് എങ്ങനെ പോർഷൻ കംപ്ലീറ്റ് അല്ല, ക്ലാസ് കുറച്ചുകൂടെ വേണമെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സിൽ ഒന്ന് കേൾക്കോളാം. ഓക്കെ, അങ്ങനെ ഒന്ന് പറഞ്ഞാലും മതി നിങ്ങൾ. പോരെ? അങ്ങനെ മതി മിസ്. ഏത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മുതൽ നമുക്ക് എടുത്ത് തുടങ്ങിയതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പൊ പിന്നെ ക്ലാസ് കിട്ടാത്തവർക്കും അതൊരു ഉപകാരവും. ഓക്കെ, ചെയ്യാം. ഒരു റിവിഷൻ നടത്തിയ ഉപകാരമായിരുന്നു മിസ്. നമുക്ക് വേണമെങ്കിലേ കൂടെ തന്നെ റിവിഷൻ ചെയ്താലോ? അവസാനത്തേക്ക് വെക്കണോ? വേണോ? ഈ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് മിസ് പറഞ്ഞ ഈ ചാപ്റ്റർ നമുക്ക് ഇത് ഈ ചാപ്റ്റർ നല്ല ഇമ്പോർട്ടന്റ് ആണെന്നല്ല പറഞ്ഞ, അപ്പൊ ഇത് നമുക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിവിഷൻ ചെയ്യാം. സ്പീച്ച് ഇമ്പോർട്ടന്റ് അല്ല, ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. ചാൻസ് ഉണ്ട്. അല്ലാണ്ട് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഒന്നും ആവശ്യമില്ല. എക്സാം വൈസ് മാത്രമേ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ടുള്ളൂ. ഓക്കെ, എന്താ ചെയ്യാം? ഒരു കാര്യം ചെയ്യും, നോട്ട്ബുക്ക് എടുക്കും. ആക്ടിവിറ്റി ചെയ്യാതെ ഞാൻ പറഞ്ഞില്ലേ, റെക്കോർഡ് സ്പീച്ചിന്റെ സ്റ്റേറ്റ്മെന്റ് വൈസ് അത് ചെയ്യാം. അതോടുകൂടി ആ സ്റ്റേറ്റ്മെന്റ് അവിടെ കംപ്ലീറ്റ് ആവും. പിന്നെ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോ ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, നോക്കി എഴുതിക്കോളൂ കേട്ടോ. കുറച്ച് കൂടുതൽ കൂടെ വേണോ? കുറച്ചുകൂടെ തരാം. അതുകൊണ്ട് ഞാൻ സ്റ്റേറ്റ്മെന്റ് ഡൗട്ടേ നിങ്ങളുടെ തീരും. എഴുതിക്കോളൂ.
Okay. Your speech and their speech mother. First one, she said, I play football. He said, I am cutting a tree. The boy said, I have eaten food. John said, I drove the car. They said, I have come. He said, I will go to gym. She said, I can carry bags. Sam said, I could help. He said, he may go to market. He said, she always wears a coat. He said, I'm looking for my eyes. She said, my friend gave me a bar of chocolate. They said, we were living in London. She said she has written 3 letters for her friend. He said, I will finish my report in 2 days. She said, I can speak English. They said, we had been teaching in my school for 5 years. They said, he would work in the garden. Okay. എഴുതി കഴിഞ്ഞോ? ഇല്ല മാം. ഇല്ല മാം. ഓക്കെ, കഴിയുമ്പോ പറയാം. മാം, they said I have come ആണ് അവിടെ വരിക. യെസ്, കമ്മാണ്. ഇതാണ് ഒരു ഡൗട്ട്. പറയൂ, പോയോ? ചോദിച്ച ആളെങ്ങനെ വരൂ? എന്താ ഡൗട്ട്, എന്താ വരാൻ കാരണം? അവിടെ ദേ വന്ന കാരണം ദേ പിന്നെ ഐ ഹാവ് കം എന്ന് പറഞ്ഞപ്പോ ഒരു ഡൗട്ട്. എന്താണ് ആ ഡൗട്ട് വന്ന? എന്താ ചോദിക്കൂ. ദേന്ന് വരുമ്പോ വി ആകും. അവര് പറഞ്ഞു ഞാൻ വരുമെന്ന്. പറയാലോ? മലയാളത്തിലോ? മനസ്സിലായി മാം. അത് വി ആവും എന്ന് ചിന്തിച്ചു. കുഴപ്പമില്ല, കറക്റ്റ് ആണ്.
കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞ മീൻസ് ഇത് നോട്ടിൽ എഴുതി കഴിഞ്ഞോ എന്നാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. ട്രാൻസ്ലേറ്റ് ചെയ്തതല്ല, ട്രാൻസ്ലേഷൻ അല്ല, ചേഞ്ച് ചെയ്തതല്ല ചോദിച്ചേ. എഴുതി കഴിഞ്ഞു മിസ്. എഴുതി കഴിഞ്ഞു. എന്റേത് കഴിഞ്ഞു, ബാക്കിയുള്ളവരത് കഴിഞ്ഞാണോ? ഇത് എഴുതി കഴിഞ്ഞെങ്കിൽ നിങ്ങൾ സ്പീച്ചിലേക്ക് മാറ്റാം. നിങ്ങൾ സ്വയം മാറ്റാം. തെറ്റുകൾ പറ്റും, കുഴപ്പമൊന്നുമില്ല, മാറ്റാം. അതിനുശേഷം ഞാൻ ആൻസർ പറയാം. ഓക്കെ, പറയുള്ളൂ കേട്ടോ, ടൈപ്പ് ചെയ്യില്ല. ടൈപ്പ് ചെയ്യണോ? പറഞ്ഞാൽ മതിയില്ലേ? പറയൂ. പറഞ്ഞാ മതി മിസ്സേ. താങ്ക് യു. അപ്പൊ നിങ്ങൾ എഴുതൂ, അതിന് സമയം ഞാൻ തരാം. കാരണം ഇത് വർക്കായിട്ട് തന്നില്ല, വീട്ടിൽ ക്ലാസ് തന്നെ ഇത് ചെയ്യും. മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ക്ലിയർ ചെയ്യാലോ. അപ്പൊ ഓൺ ടൈം. ഓക്കെ, കഴിയുമ്പോ പറയാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ജസ്റ്റ് ക്യാമറ ഓഫ് ചെയ്യാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ? വെറുതെ എന്നത് ചോദിച്ചിട്ടാട്ടോ ക്യാമറ ഓഫ് ചെയ്യുന്നത്. കുഴപ്പമുണ്ടോ? ഞാൻ ചെയ്യാം. അല്ല മിസ്സേ, ഞങ്ങൾ ചെയ്യുമ്പോ വന്നാ മതി മിസ്സേ. ഓക്കെ, ഇവിടെ തന്നെ ഉണ്ട്, പറഞ്ഞാ മതി. ശ്രദ്ധിച്ച് കറക്റ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, സമയമെടുത്ത് ചെയ്യാം എല്ലാവരും. എന്ന് പറഞ്ഞാൽ ഒരുപാട് 1 മണിക്കൂർ എടുക്കരുത് കേട്ടോ. ക്ലിയർ ചെയ്യാൻ കൂടെ ടൈം വേണം. അതിനനുസരിച്ചിട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആൻസർ പറയാം. അപ്പൊ നമുക്ക് എവിടെയാണ് തെറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കാൻ പറ്റും.
കഴിയുമ്പോ പറയണം കേട്ടോ. കഴിഞ്ഞു മിസ്സേ. കഴിഞ്ഞു, ഒരാളുടെ കഴിഞ്ഞു. ഇനി ആരായിരിക്കും കഴിഞ്ഞോ? ഒരുപാട് ടൈം എടുക്കില്ല കേട്ടോ, ക്ലാസ് തീരാൻ ഹാഫ് ആൻ അവർ മാത്രം. യെസ്, കഴിഞ്ഞു, കുറച്ച് പേരെ കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് പെട്ടെന്നല്ല, പെട്ടെന്ന് എങ്ങനെ ഞാൻ പറയാ, എന്നാലും ചെയ്യാം മാക്സിമം.
കഴിഞ്ഞവര് ഒന്ന് റെസ്പോണ്ട് ചെയ്യോ, ടെക്സ്റ്റ് ചെയ്താൽ മതി കേട്ടോ. കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ചെയ്യാവോ? കഴിഞ്ഞു, ഫിനിഷ്ഡ്. ഓക്കെ, ഇന്ന് ടെക്സ്റ്റ് ചെയ്യൂട്ടോ എല്ലാവരും. 2 പേര് മാത്രം ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കുറച്ച് പേരൊക്കെ പറഞ്ഞു, ഇമോജീസ് വന്നു. ടെക്സ്റ്റ് ചെയ്യൂ പക്ഷേ. ഓക്കെ, ഇനിയിപ്പോ ഇന്ന് ക്ലിയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വെക്കേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഞാൻ കറക്റ്റ് ആൻസർ അപ്ലോഡ് ചെയ്യേണ്ടി വരും. നമുക്ക് ആൻസർ പറഞ്ഞു പോവാം മിസ്സേ. പറയാം, പറയണോ? പറയൂ, എന്താ ചെയ്യണ്ടേ? കംപ്ലീറ്റ് ചെയ്യണേ. പറയൂ മാം. പറയണം എന്നാണോ പറയുന്നത്? നീ പറയേണ്ടതോ? പറയൂ മിസ്സേ. അതെ മാം, പറയൂ. പറയാം മിസ്. പറയാലോ? യെസ്, പറയാം. okay, yeah. First one, she said I play football. പറയൂ, പോരട്ടെ, ആൻസർ പോരട്ടെ. He said that he played football. He said that he played football. പ്ലേ എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് അല്ലേ? Played Simple present, simple past അത് tense. പ്ലേഡ് ആവും. Played. Then he said I'm cutting a tree. അത് പ്രസന്റ് കണ്ടിന്യൂസ് അല്ലേ? Cutting it. He was cutting a tree. He Yes. said that he was cutting a tree. He said that he was cutting a tree. Yeah. Next, the boy said I have eaten food. The boy said The that boy said he that had he eaten. had eaten food. Past perfect. Past perfect. Past perfect. I had eaten food. Correct. John said I drove the car. John said that he had driven the car. Past perfect. Past perfect ഇല്ലിട്ട് മാറ്റി. And John said that he had driven the car. Driven the car. DRI എന്നാണോ മിസ്? DRIVEN. ഞാൻ നിങ്ങൾക്ക് പെൻഡിങ് ഉണ്ടല്ലേ? നെക്സ്റ്റ് ഈ കേട്ടില്ല. ഡ്രോവ് ദ കാറിന്റെ He said that he had driven the car. driven. Simple past perfectly kalima. Aruna, അത് സമയം ചെയ്യുന്നുണ്ട്. Okay, then next one, they said I have come. ഇവിടെ They said that they had come. മീ ആണ് അവിടെ വരിക. അത് ഡൗട്ട് ഉണ്ട് മിസ്സേ. അത് ഐ ഹാവ് പറഞ്ഞത് കുഴപ്പമില്ലല്ലോ, എന്നാ വി ആക്കിക്കോളൂ. എന്തെങ്കിലും ആവട്ടെ, വി ആക്കാൻ ഞാൻ ഡൗട്ട് വേണ്ട. They said we have come. മിസ്സേ അങ്ങനെ വരുമ്പോ എങ്ങനെ നമ്മളിത് എന്താ പറയാ ഡയറക്റ്റ് ആക്കി മാറ്റാന്നാ ഞാൻ ചോദിച്ചത്. ഐ വരുമ്പോ ടെൻസ് ഒന്ന് ആലോചിക്കും നിങ്ങള്. പ്രസന്റ് പെർഫെക്റ്റ് അല്ലേ ഇത്? ഐ ഹാവ് ഉള്ളത് ഈ ഹാഡ് വരുമോ? അങ്ങനല്ലേ? അതെ, അത്രയും വരുള്ളൂ. പ്രസന്റ് പെർഫെക്റ്റ് അല്ലേ? മിസ്സേ ഹി ഹാഡ് എന്നാണ് അപ്പൊ അവിടെ വരിക. Yes. അതെ, came ആവോ?
പ്രസന്റ് പെർഫെക്റ്റ് എങ്ങോട്ടേക്കാ മാറാം? അതെ, Past perfect അല്ലേ? പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ? അപ്പൊ എങ്ങനെയാ വരാം? ഹാഡ് വരുന്നു മനസ്സിലായി മിസ്. ഹാഡ് പക്ഷെ കം വരും. പക്ഷെ സബ്ജക്റ്റിന് എന്താ സംഭവിക്കാം മിസ്സേ? ഐ ഇതിനാണ് മിസ് വന്നിട്ടുണ്ടെങ്കിൽ എന്താവും? ഐ വന്നതുകൊണ്ടാ മിസ് ഡൗട്ട് വന്ന ഐ അവിടെ എന്താവുന്ന ഡൗട്ട്. ശരിയാണ്, മനസ്സിലായി. ബി മതി, ബി മതി, ബി സെറ്റ്. They said we have come എന്നാണെങ്കിൽ they said എന്ത് വരും? They had ബി come. എന്താകും? They had come up. They had. ഐ വേണ്ട. ഓക്കെ, they had come ആട്ടോ. നെക്സ്റ്റ് അതാ മിസ് ചോദിച്ചത്. ഐ വരുമ്പോ എന്താ? ഇപ്പൊ കത്തി, ഇപ്പോഴാ കത്തിയതിരിക്കും. സോറി. ഓക്കെ, he said I will go to gym. He said he He would. said that he would go to gym. Will would have. Will അവിടെ ഉണ്ടാകും. He said that he would go to gym. She said I can carry bags. He said that she could carry bags. Can could. Can could have. Okay, she could carry bags. Sam said I could help. അതൊരു ഡൗട്ടാണ് മിസ്സേ. ഒരു ഡൗട്ടും വേണ്ട, അത് സിമ്പിൾ ആണ്. പറയോ? ഞാൻ എഴുതിയിട്ടില്ല. അവിടെ എന്തെങ്കിലും ചേഞ്ച് വരുമോ? ചേഞ്ച് വരണ്ടെങ്കിൽ എന്താ? ഓക്കെ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. കൂട്ട് തന്നെയല്ലേ, ഇവിടെ മാറ്റേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ സബ്ജക്ട് മാത്രം മാറ്റിയാൽ മതി. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാട്ടോ എക്സാമിന്. ആണെങ്കിൽ കുഡ് ആക്കിയാ പോരെ? കുഡ് ആണെങ്കിൽ ചേഞ്ച് ചെയ്യാമല്ലോ. ചേഞ്ച് ചെയ്യണ്ട, അത്രയേ ഉള്ളൂ. കൺഫ്യൂസിംഗ് ആകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിൽ വരും. അവിടെ സബ്ജക്ട് മാത്രം ചേഞ്ച് ചെയ്താൽ മതി അല്ലേ? ഇല്ല, ഫുഡ് തന്നെയല്ലേ, പിന്നെ മാറ്റേണ്ട ആവശ്യമില്ല. ക്യാൻ ആണെങ്കിൽ ഒക്കെ നമുക്ക് ഫുഡ് ആക്കാം. അവിടെ ഫുഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ സാം said he could help എന്ന് വരും, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, he said I should read a book. He said that he should read a book. should തന്നെയാണ്, സബ്ജക്ട് മാറി he ആയി, അത്രയേ ഉള്ളൂ. They said we would help. They said that they would help. They could help. Yeah, they would help. He said she always wears a coat. He said that he might went to market. He said that he might went to market. ഒരെണ്ണം മുമ്പിലില്ലേ വേറെ? Okay, so he said he may go to market. Yeah. ഇവിടെ He might go to the market. Might out. Yeah. He said He might went to school. ഈ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇവിടെ ഐ ആയിരുന്നു ഉദ്ദേശിച്ചത്. ഐ എഴുതിക്കോട്ടോ, ഞാൻ എന്ത് തെറ്റാണ്. ഐ ആണ് ഉദ്ദേശിച്ചത്. ഐ മേ ഗോ ടു മാർക്കറ്റ് ആണ് പറയേണ്ടത്. ഐ. ഓക്കെ, ഹി മാറ്റി ഐ ആക്കൂട്ടോ. അപ്പൊ ആൻസർ വരുമ്പോ എന്ത് വരും? ഹി സെഡ് ഹി മൈറ്റ് ഗോ ടു മാർക്കറ്റ് എന്ന് വരും. കിട്ടിയോ? സെറ്റല്ലേ? ഹി മാറ്റി അവിടെ ഐ ആക്കല്ലേ വേണ്ടുള്ളൂ. അതെ അതെ, ഐ ആക്കാം, ഡയറക്റ്റ്ലി ഐ ആക്കാം. അപ്പൊ ആൻസർ വരുമ്പോ ഹി മൈറ്റ് ഗോ ടു മാർക്കറ്റ് വരും. Okay. Yes. Next, he said she always wears a coat. അത് ഡൗട്ടാ മിസ്. ഇല്ല, ഞാൻ എഴുതിയിട്ടില്ല. മാത്രം മാറാം. വേറെ wore ആക്കാം, അത്രേ ഉള്ളൂ. He said she always wore a coat എന്ന് വരും, അത്രേ ഉള്ളൂ. ഓക്കെ, wear എന്നുള്ളത് wore ആവും, wore. D3 form. Next, he said I am looking for my eyes.
He said that he was He looking said that for he his was eyes. looking for his eyes. Yes. He said that he was looking for his eyes. She said, my friend gave me a bar of chocolate. He said that her friend had given her a bar of chocolate. Past perfect. Yes. ഇത് present. ഇത് past അല്ലേ? Simple Simple past. past. Past perfect അല്ലേ? Past perfect ലേക്ക് മാറും. She said, my friend had Her given, friend had given her. Given her a bar of chocolate. yeah, given her a bar of chocolate. They said we were living in London. They said that they had been living in London. Living in London. Past perfect continuous. Yes, they said that they had been living in London. She said she has written 3 letters for her friend. She said that She said He that said she that he had had written 3 written letters 3 for letters her for friend. her friend. Yeah, she had written 3 letters for her friend. Correct. Next, he said, I will finish my report in 2 days. He said that he he would said that finish he his would report in finish 2 his days. report in 2 days. He said that he will finish his report in 2 days. She said, I can speak English. She said that she could speak English. She said that she could speak English. Yeah. They said we had been teaching in my school for 5 years. They said that they had been teaching in the അവിടെ മൈക്ക് മാറ്റം വരും. മൈ സ്കൂളിനുള്ളത് മാറോ മിസ്സേ? their school ആണല്ലോ. ഹെയർ ആണോ ഹിസ് ആണോ ഹെയർ ആണോ വെക്കണ്ടേ? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ടായിരുന്നില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലല്ലോ. അപ്പൊ ഇല്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വെട്ടിക്കളഞ്ഞു കേട്ടോ, അത് വേണ്ട. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ടായിരുന്നില്ല, നിങ്ങൾ ഓർക്കില്ല, അതുകൊണ്ടാണ്. നെക്സ്റ്റ് ഇത് ആ ക്വസ്റ്റ്യൻ വെട്ടിക്കോട്ടോ, ഇതിനെ കുറിച്ച് ആലോചിക്കുകയോ ഒന്നും ചെയ്യണ്ട, വെട്ടിക്കോളൂ. നെക്സ്റ്റ് they said he would walk in the garden. They said that he would work in the garden. അവിടെ ഹി തന്നെ എഴുതിയാൽ മതി അല്ലേ? സബ്ജക്ട് അത് തന്നെ ഇട്ടാൽ മതി. അത് വേറെ ഒരു വ്യത്യാസവും. ഓക്കെ, സോ how do you feel now? Okay ആണോ? Miss, she said my friend gave me a bar of chocolate ഇല്ലേ? അതൊന്നും കൂടെ പറയോ? She said my friend gave me a bar of chocolate. She said that her friend had given her a bar of chocolate. Okay, clear ആണോ? റിപ്പോർട്ട് സ്പീച്ചിന്റെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് തോന്നുന്നു ഇപ്പൊ എല്ലാം കറക്റ്റ് ആയിരുന്നു, കൺഫ്യൂഷൻ ഒന്നുമില്ല. പച്ചൻ വിളിച്ചാണ് ഇതിന് വായിച്ചിട്ടൊക്കെ പേനുകൊണ്ട് അല്ല ലാസ്റ്റത്തല്ലേ they said he would work in the garden. അതിലില്ലേ ആ ഹി അവിടെ എങ്ങനെയാ മാറാന്ന് മനസ്സിലായി. ഈ മാറണ്ട, അങ്ങനത്തെ ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഈ ടേബിൾ ഒന്ന് പഠിച്ചു വെക്കൂ നിങ്ങള്. മാം അവിടെ ഐ ആണെങ്കിൽ ഹി ആക്കാം, ഹി ആണെങ്കിൽ ചേഞ്ച് ചെയ്യണ്ട, അങ്ങനെയല്ലേ വരുന്നത്? ഐ ആണെങ്കിലോ ബി ആണെങ്കിലൊക്കെ നമുക്ക് ബി അല്ല ദേ ആണെങ്കിലൊക്കെ മാറ്റാം, സോറി ബി ആണെങ്കിൽ മാറ്റാം. ഇപ്പോ ഹി ഷീ ഒക്കെയാണ് വരുന്നെങ്കിൽ മാറ്റണ്ട, അങ്ങനെ തന്നെ ഇരിക്കോ? ആ മനസ്സിലായോ? ഞാൻ അവിടെ ഐ വന്നാൽ എന്ത് ചെയ്യും മിസ്സേ? ഐ ആണോ വന്നിരുന്നെങ്കിൽ ഇപ്പഴ ആരാണോ പറയുന്നത് അത് മെയിൽ ആണോ ഫീമെയിൽ ആണോ നോക്കാം. അപ്പോ ഹിയോ ഷിയോ വെക്കാൻ പറ്റും ഐ ആണെങ്കിൽ.
അത്രയേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾ കൺഫ്യൂസിങ് കാണിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ കൺഫ്യൂഷൻ ആയത് കണ്ടോ? അതേപോലെ ആകും. അതുകൊണ്ട് he would work in the garden എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒന്നും മാറ്റാനില്ല. നിങ്ങൾ എന്ത് ചിന്തിക്കൂ? സബ്ജക്ട് മാറ്റാറുണ്ടോ? ഇല്ല. ഫുഡ് മാറ്റാറുണ്ടോ? അതുമില്ല. അപ്പൊ അങ്ങനെ എന്റെ അടുത്ത് എഴുതാം. ക്ലിയർ? മാം ഇത് ശ്രദ്ധിക്കേണ്ടത് ഈ എന്ന് പറയുമ്പോ നമ്മള് ഫ്യൂച്ചർ സെക്കൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് വ്യൂലാണ് പറയണത്. ഐ എന്ന് പറയുമ്പോ നമ്മളായിട്ടാ പറയണത്. അപ്പൊ പാസ്റ്റ് ആക്കിയത് നമ്മൾ അങ്ങനെ നോക്കിയാൽ മതി അല്ലേ? അത്രയേ ഉള്ളൂ. ഞങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ സബ്ജക്റ്റ് ആണ് മാറ്റേണ്ടി വരും. നമ്മള് പറയുന്നത് അവൻ തന്നെയാണെങ്കിൽ പിന്നെ അവൻ തന്നെ പറഞ്ഞാൽ പോരെ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു അവന്റെ കാര്യം പറഞ്ഞു, അവൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ തേർഡ് പേഴ്സൺ പോയി പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെയല്ലേ പറയുള്ളൂ. ടീച്ചർ പറഞ്ഞു അവൻ അങ്ങനെയാണ് എന്നല്ലേ പറയുള്ളൂ. അപ്പൊ അവൻ തന്നെയല്ലേ ഞാൻ യൂസ് ചെയ്തേ. അത്രയേ ഉള്ളൂ. ഇങ്ങനെ ചിന്തിക്കൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? ഫുഡ് വന്നാലും ഷുഡ് വന്നാലും ഇന്റേർട്ടിലൊക്കെ മാറ്റുമ്പോ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. നന്നായിട്ട് പഠിക്കൂ കേട്ടോ. ചെറിയ ചെറിയ കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. അത് നിങ്ങൾ തന്നെ മാറ്റിയാൽ ക്ലിയർ ആവും. അതാ മിസ്സേ ചെറുത് വരുമ്പോ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോറി, ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ ആൻസർ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോ ഡൗട്ട് വരുന്നു. അത്രേ ഉള്ളൂ. ഇപ്പോ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ അങ്ങനെയായിരുന്നു. he would work in the garden. ആൻസർ തന്നെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ഇതെങ്ങനെയാ മാറ്റാം? ഒരു കൺഫ്യൂഷൻ. എന്നാ സൂക്ഷിച്ചു നോക്കിയാലോ ഓക്കെ ഇത് തന്നെയല്ലേ ആൻസർ എന്ന് കിട്ടാവേ ഉള്ളൂ. ശരിയല്ലേ? ആണോ? അത്രയേ ഉള്ളൂ. അപ്പൊ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി. ആൻസർ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് നന്നായിട്ട് 1-2 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാം, എന്നിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, എന്തായാലും ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കുമ്പോൾ മോക്ക് ടെസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ക്ലിയർ ആക്കാം നമുക്ക്. അപ്പൊ അതേപോലെ ക്വസ്റ്റ്യൻ വരുള്ളൂ എന്ന് പ്രതീക്ഷിക്കുക. ഓക്കെ, യെസ്. എന്നാലും എവിടേക്കോ കൺഫ്യൂഷൻ ഉണ്ട്. അവിടെ ഓക്കെ ആയിട്ടില്ല. സെറ്റാക്കാം, പേടിക്കണ്ട. ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇനി സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു, ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇംപ്രേറ്റീവ്സ് ഉണ്ട്, എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇതൊക്കെ സിമ്പിൾ ആണ്. ഓക്കെ, പിന്നെന്താണ്? എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് എന്നോട്? സബ്ജക്ട് വൈസ് എന്തെങ്കിലും പറയാനുണ്ടോ? ഇംഗ്ലീഷിന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? ഇപ്പോഴും ആ കൺഫ്യൂഷൻ തന്നെയാണ് ഇരിക്കുന്നേ, ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടല്ലോ, വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ. ക്ലിയർ ആവാത്തവർക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്ത് ഒന്ന് ക്ലിയർ ചെയ്തോളൂ. ഓക്കെ, അപ്പൊ അതോടുകൂടി നിങ്ങൾ എല്ലാവരും കൺഫ്യൂഷനുകൾ മാറും. എന്തോ പിന്നെ ഞാൻ 15 ദിവസം ട്രെയിനിങ്ങിന് പോയ ആ ടൈമിലാണ് ഇതൊക്കെ എടുത്തിട്ടുള്ളത്. എനിക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവുന്നില്ല. റെക്കോർഡഡ് ക്ലാസ് കണ്ടു വരുന്നേ ഉള്ളൂ. അപ്പൊ ഗ്രൂപ്പിൽ ഇവരൊന്നത് ഷെയർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും തോന്നുന്നു. അതെ, റെക്കോർഡ് ക്ലാസ് കണ്ടാലും മനസ്സിലാവില്ല കേട്ടോ. രക്ഷയില്ല. പിടികിട്ടാൻ കുറച്ച് പണിയാ. ഇതിലൂടെ എന്നെ ചോദിക്കും, ഇവിടെ തന്നെ പറഞ്ഞു തരട്ടെ, അല്ലാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം റെക്കോർഡ് ക്ലാസ്സിൽ ഇട്ട് തരിക ചെയ്തത്, ക്ലാസ് അങ്ങനെ മെസ്സേജ് ആയിട്ട് ഇട്ട് തരിക ചെയ്തത് ഓരോ ചെയ്യാനുള്ള ആക്ടിവിറ്റി. പക്ഷെ റെക്കോർഡ് ക്ലാസ്സിൽ കിട്ടൂല, ആക്ടിവിറ്റി ചെയ്യാനുള്ളതൊന്നും കിട്ടൂല. അതെ, എനിക്ക് എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ വരിക. റെക്കോർഡഡ് ക്ലാസ് കണ്ടിട്ടും നമുക്കൊന്നും കത്തുന്നില്ല, അറിയില്ലേ? അതാണ് ഇംഗ്ലീഷ് ക്ലാസിന്റെ പ്രത്യേകത. റെക്കോർഡ് ക്ലാസ് കണ്ടാവും മനസ്സിലാവില്ല. ഓക്കെ, കാരണം ആ രീതിയിലാണ് നമ്മുടെ ലൈവ് ക്ലാസ് പോകുന്നത്. അതുകൊണ്ടാണ് റെക്കോർഡ് ആ ക്ലാസ്സിൽ ഫോക്കസ് ചെയ്തല്ല നമ്മൾ ലൈവ് ക്ലാസ്സിൽ പറയുന്നത്. അതാണ് വ്യത്യാസം. അതുകൊണ്ട് എല്ലാവരും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യൂട്ടോ. ക്ലാസ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇംഗ്ലീഷ് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. മറ്റേ നമ്മള് ലെസൺ പഠിക്കല്ലേ, അപ്പൊ കുഴപ്പമില്ലല്ലോ. ഇത് ഇംഗ്ലീഷ് നല്ല ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ് കൊണ്ടൊന്നും മനസ്സിലാവില്ല. കാരണം ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി വരുമ്പോ ആ കാണുന്നവർക്ക്, റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് ബോറടിക്കുകയും ചെയ്യും, ഒരു കാര്യം മനസ്സിലാവുകയില്ല. അതങ്ങനെയാണ്. കാരണം നമുക്ക് തിയറീസ് അല്ലല്ലോ ഇവിടെ പറയുന്നേ, ഓരോ എക്സാമ്പിൾസ് വൈസ് നമ്മൾ ചെയ്ത് പഠിക്കുകയല്ലേ. അതുകൊണ്ടാണത്.
ഓക്കെ, നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടോ, എല്ലാവരോടും കൂടിയാ പറയുന്നത് കേട്ടോ. ഒന്ന് പറഞ്ഞു കൊടുക്കാം. പേരെന്തായിരുന്നു? FNC ക്രിയേഷൻ എന്നാണ് കാണുന്നത്. ഫസീല എന്റെ പേര്. ഓക്കെ, ഫസീലയ്ക്ക് എല്ലാവരും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാം. എന്തൊക്കെയാണ് പഠിപ്പിച്ചത് എല്ലാം പറയാം. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. അപ്പൊ പറഞ്ഞു കൊടുക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ സ്വയം കുറച്ച് റിവിഷൻ ചെയ്തു കേട്ടോ. ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾ തന്നെ സ്വയം റിവിഷൻ ചെയ്യൂ. അപ്പൊ നിങ്ങൾക്ക് കുറെ ഡൗട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോ എന്നോട് ചോദിക്കൂ. അത് ഓരോ ക്ലാസ്സിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, എല്ലാം മിസ് പറഞ്ഞു തരും എന്ന് വിചാരിക്കാതെ നിങ്ങൾ സ്വയം കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതോടുകൂടി നിങ്ങൾക്ക് പറയുന്ന എല്ലാ ഡൗട്ട് ക്ലിയർ ആകും. എന്തെങ്കിലും എക്സ്ട്രാ കൂടി ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എന്നാലും ഞാൻ റിവിഷൻ ചെയ്യും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള റിവിഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ അല്ലേ? കാരണം ഇനി ഫസീല, ഇനി നമ്മള് റിട്ടേൺ പോകല് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്ത കേട്ടോ. ടൈം ലിമിറ്റ് കുറച്ചേ ഉള്ളൂ, കഴിയാറായി നിൽക്കാണ്. ഇനി ഞാൻ പുറകോട്ട് പോയി കഴിഞ്ഞാല് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതെ അതെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു തന്നെ. അപ്പോ അത് ഗ്രൂപ്പിൽ ചോദിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോ സൈൻ ഔട്ട് പറയൂ കേട്ടോ. ഞാൻ പറയാം. സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക്. എവറി ന്യൂ ഡേ ഓഫേഴ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇംപ്രൂവ്. ശുഭാപ്തി വിശ്വാസം എല്ലാ പുതിയ ദിവസവും മെച്ചപ്പെടുത്താനുള്ള അവസരം വാഗ്ദാനം ചെയ്യുന്നു. സൈൻ ഔട്ട്, ജാസ്മിൻ. Okay, so let's find up today's class. Okay, thank you so much. See you on the next class. Thank you, okay, Thank you, ma'am. Thank you, ma'am.